പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ യേശുവേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും സമൂഹങ്ങളിലിരുന്നു കൊണ്ട് ശാലോം വിഷൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സർവ്വമക്കളെയും, അവർ സംസാരിക്കുന്ന സംസാരങ്ങളെയും അവരുടെ ജീവിതത്തെയും സമ്പൂർണ്ണമായി യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ മക്കളെ, ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനുമായി ദൈവം തന്നിരിക്കുന്ന വചനം 1 പത്രോസ് 3:10. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ലത് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നെന്ന് അധരത്തെയും നിയന്ത്രിക്കട്ടെ. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെയും നിയന്ത്രിക്കട്ടെ. ഒരു നിയന്ത്രണം ഉണ്ടായാലാണ് നല്ല ജീവിതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ, ബൾബ് പ്രകാശിക്കാൻ വൈദ്യുതി എന്നതുപോലെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ശക്തിയാണ് നല്ല വാക്ക്, നല്ല സംസാരം. ഈ കടന്നു പോകുന്ന സമയങ്ങളിൽ എന്താണ് നല്ല സംസാരം, എന്താണ് മുറിപ്പെടുത്തുന്ന സംസാരം, ഏതെല്ലാം സംസാര രീതികൾ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്, ചിന്തിക്കാൻ പോവുകയാണ്. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസണ്ണമായിരിക്കട്ടെ, ഹൃദ്യവുമായിരിക്കട്ടെ. ദുഷ്ടർ ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ സാഹചര്യങ്ങളെ കണ്ട്, വ്യക്തികളെ കണ്ട്, ദുഷ്ടന്മാരെ കണ്ട്, നല്ലവരെ കണ്ട് എങ്ങനെ സംസാരിക്കണമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക? പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. മകളെ, സംസാരം ഒരു കലയാണ്. എന്തു സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എപ്പോഴൊക്കെ സംസാരിക്കണം, എവിടെ വെച്ച് സംസാരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നിർദ്ദേശം തരണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, വാക്ക് ഒരു വിത്താണ്. വിത്ത് മണ്ണിനെ സ്നേഹിച്ച് മണ്ണിലേക്ക് ഇറങ്ങി ആ മണ്ണുമായി അനുരൂപപ്പെടുമ്പോൾ ആ വിത്തിന് രൂപവും ഭാവവും ഭംഗിയും വളർച്ചയും നൽകുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു വിതയ്ക്കാരൻ, ഒരു നല്ല മനുഷ്യൻ, ഒരു പ്രോത്സാഹനം നിറഞ്ഞൊരു വാക്ക്, അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഒരു ചീത്ത വാക്ക് ദൂരവ്യാപകങ്ങളായിരിക്കുന്ന തിന്മകളാണ് വരുത്തി വയ്ക്കുക. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, വാക്കിലും പെരുമാറ്റത്തിലും നിങ്ങൾ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. 1 തിമോത്തി 4:12. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് ഒരു മാതൃകയായിരിക്കണം. എങ്ങനെയാണ് വിശ്വാസികൾക്ക് മാതൃകയായി തീരുക?
ഉചിതമായത്, ഉപകാരപ്രദമായത്, ഉത്തമമായത് സംസാരിക്കുമ്പോഴാണ് വിശ്വാസികൾക്ക് ഒരു വ്യക്തി മാതൃകയായിത്തീരുന്നത്, ഉൾക്കാഴ്ചകളോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വാക്കും സംസാരവും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ജീവിതത്തിൽ. ഹൃദയത്തിൻ്റെ നിലവാരം പ്രകടമാക്കുന്നതാണ് ഒരുവൻ്റെ വാക്കും സംസാരവും. ഹൃദയത്തിൻ്റെ മാന്യത പ്രകടമാക്കുന്നതാണ് ഒരു വ്യക്തി പറയുന്ന വാക്കും സംസാരവും. ഹൃദയത്തിൻ്റെ ആത്മീയത പ്രകടമാക്കുന്നതാണ് ഒരുവൻ്റെ വാക്കും സംസാരവും. ഹൃദയത്തിൻ്റെ വിശ്വാസം പ്രകടമാക്കുന്നതാണ് ഒരു വ്യക്തിയുടെ വാക്കും സംസാരവും. ഹൃദയത്തിൻ്റെ വിശുദ്ധി പ്രകടമാക്കുന്നതാണ് ഒരുവൻ്റെ വാക്കും സംസാരവും. ഒരു ജീവിതത്തിൻ്റെ നിലവാരം, മാന്യത, ആത്മീയത, വിശ്വാസം, വിശുദ്ധി പ്രകടമാകുന്നത് ഒരു വ്യക്തി പറയുന്ന ഓരോ വാക്കുകളിലൂടെയാണ്. നമ്മുടെ സംസാരം നല്ലതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വചനം വെളിപ്പെടുത്തി തരുന്നു. സുഭാഷിത പുസ്തകം 12-ാം അധ്യായം 25-ാം വാക്യം. ഉത്കണ്ഠ ഒരുവൻ്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു, നല്ല വാക്ക് ഒരുവനെ ഉത്തേജിപ്പിക്കുന്നു. ഒരു പുതിയ ഊർജമാണ് നല്ല വാക്കിലൂടെ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ സംസാരം എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തിക്കാനായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്നതായിരിക്കണം. വീണ്ടും സുഭാഷിത പുസ്തകം 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദുഷ്ടന്റെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ്, നിഷ്കളങ്കരുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രീതികരമാണ്. ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നല്ല വാക്കുകൾ വല്ലപ്പോഴും ഒരിക്കലല്ല, എപ്പോഴും സംസാരിക്കാൻ കഴിയുമ്പോഴാണ് ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതം നയിക്കുന്നത്. സുഭാഷിത പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യത്തിലൂടെ നമ്മോട് പറയുകയാണ്, ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നത് നല്ല വാക്കുകളാണ്. ശ്രദ്ധിക്കുക, സ്വന്തം അധരത്തെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു. പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൈശാചികമായ പീഡകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ നിന്ന് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല സംസാരം ഈ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകും. അതാണ് ആരംഭത്തിൽ പറഞ്ഞത്, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിനം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ നാവിനെ തിന്മയിൽ നിന്നും വ്യാജം പറയുന്നെന്ന് അധരത്തെയും നീ കാത്തു രക്ഷിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉന്മേഷമുണ്ടാകുന്ന, ആത്മീയമായ ഊർജമുണ്ടാകുന്ന, ദൈവത്തിന് പ്രീതികരമായ ആത്മീയമായ അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന നല്ല വചസ്സുകൾ, ദൈവവചനങ്ങൾ നമ്മുടെ അധരത്തിൽ നിന്നും പുറപ്പെടണം. ഇനി നല്ല സംസാരം ഉണ്ടായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരുവൻ്റെ അധരത്തിൽ നിന്ന് എപ്പോഴും നികൃഷ്ടമായ, മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തുന്ന, തിന്മ വിതയ്ക്കുന്ന വാക്കുകളാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സുഭാഷിത പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ സംസാരത്താൽ കുരുക്കിലാകുകയോ വാക്കുകളാൽ കുടുങ്ങിപ്പോവുകയോ ചെയ്തിട്ടുണ്ടോ?
ഒന്ന് ആലോചിച്ച് നോക്കാൻ ഒരു സ്വയം ആത്മപരിശോധനയാണിത്. സ്വന്തം വാക്കുകളാൽ നീ കുരുക്കിലാകുകയോ കുടുങ്ങിപ്പോകുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ വാക്കുമൂലമായിട്ട് അയൽക്കാരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ വാക്ക് സംസാരം വഴിയായിട്ട് ദൈവത്തിൽ നിന്ന് ഞാൻ അകലുകയോ മറ്റുള്ളവരെ അകറ്റുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും വാക്ക് കേട്ട് പിളർക്കപ്പെട്ടിട്ടുണ്ടോ? മറ്റുള്ളവരുടെ വാക്കുമൂലമായിട്ട് നമ്മൾ വഴിയോ മറ്റുള്ളവർ വഴിയോ മറ്റുള്ളവർക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്, കുരുക്കിലാകുകയോ കുടുക്കിലാകുകയോ ചെയ്യുന്നതിൻ്റെ കാരണം മോശമായ മുറിപ്പെടുത്തുന്ന വാക്കുകളാണ്. വീണ്ടും വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ നീ ഇടപെടരുത്. എന്നിട്ട് പറയുകയാണ്, പരദൂഷണം പറയരുത്. രഹസ്യം പറച്ചിലാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ഇവിടെ ഒരു ആലോചിച്ച് നോക്കിയേ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുക, ഏതെങ്കിലും രഹസ്യമായ ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞതിൻ്റെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവഭക്തനോട് വചനം പറയുന്നത്, ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. നമ്മുടെ ഭക്തിയുള്ളതായി തീരണമെങ്കിൽ നാവിനെ നിയന്ത്രിക്കണം. ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണെന്ന് തിരുവചനം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല സംസാരം ഹൃദയങ്ങൾക്ക് ഊർജം നൽകുമെങ്കിൽ മോശമായ സംസാരം വഴിയായി ഹൃദയങ്ങൾ തകർന്നു പോകുവാൻ ഇടവരികയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഈ ശാലോം മിഷന്റെ മുമ്പിൽ ഇരിക്കുന്ന സർവ മക്കളോടുമായി നീ ഉപേക്ഷിക്കേണ്ട ചില സംസാരങ്ങൾ, നീ ഉപേക്ഷിക്കേണ്ട ചില ജീവിതങ്ങൾ നമ്മോട് ഉപദേശിച്ചു തരുന്നുണ്ട്. നമ്മൾ ഉപേക്ഷിക്കേണ്ട, സംസാരത്തിൽ ഉപേക്ഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം, കള്ളം പറയരുത്. കണ്ണുകൊണ്ട് കാണാത്തത്, നിനക്ക് നേരിട്ട് അനുഭവമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു സ്ഥാപനത്തെയോ തകർത്ത് കളയരുത്. കള്ളം പറയരുത്. രണ്ടാമതായി, നിന്ദിച്ചുകൊണ്ടുള്ള സംസാരം ദൈവത്തിന് വളരെയേറെ സങ്കടമുണ്ടാക്കുന്നൊരു കാര്യമാണ്. സഹോദരന്മാരെ കുറിച്ചോ നമ്മുടെ കൂടെ വസിക്കുന്നവരെ കുറിച്ചോ നിന്ദിച്ചുകൊണ്ടുള്ള സംസാരം. നോക്കിയേ, പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. സ്നേഹിതനെതിരെ സംസാരിച്ചാലും അസ്വസ്ഥരാകേണ്ട. എന്തെന്നാൽ അനുരഞ്ജനത്തിന് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കൂ. എന്നാൽ നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിക്കുന്നവരെ ഓടിച്ചു കളയുന്നു. ഉണ്ടോ? നമ്മൾ വളരെ കൈകോർത്ത് നടന്നവരും തോളിൽ കൈയിട്ട് നടന്നവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവരും കിടക്ക പങ്കിട്ടവരൊക്കെ ഇല്ലേ? നമ്മോട് പറയുന്നു, നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ നാം സ്നേഹിച്ചു വളർന്നവരെ
ഓടിച്ചു കളയുന്നു. നിന്ദിക്കരുത്. ഒരാളെ നിന്ദിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ ചില വിധി തീർപ്പുകൾ നടക്കുന്നുണ്ട്. വിധി എപ്പോഴുണ്ടാകുന്നത്? ഞാൻ നല്ലവനും മറ്റുള്ളവർ മോശക്കാരാകുമ്പോഴല്ലേ വിധി തീർക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ അഹങ്കാരം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാ തിന്മകളുടെയും മാതാവാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിന്ദിച്ചുകൊണ്ടുള്ള സംസാരം വളരെ ജീവിതങ്ങളെ നശിപ്പിക്കുകയും കുടുംബത്തെയും വ്യക്തിബന്ധങ്ങളെയും തകർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. മൂന്നാമതായി ഉപേക്ഷിക്കേണ്ട സംസാരം പരിഹാസമാണ്. ഒരു പുച്ഛം, അല്ലേ? സഭയോട് പുച്ഛം, സഭാ പഠനങ്ങളോട് പുച്ഛം, ചില വ്യക്തികളോട് പുച്ഛം, അയൽവാസിയോട് പുച്ഛം, സ്വന്തം ഭർത്താവിനെ പോലും പുച്ഛിച്ച് സംസാരിക്കുന്നു, അല്ലേ? സ്വന്തം മക്കളെ പോലും പുച്ഛിച്ച് സംസാരിക്കുന്നു, അല്ലേ? ആ സംസാര രീതി ഉപേക്ഷിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. മറ്റൊന്ന് പ്രാകല്. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചില അമ്മമാരൊക്കെ പറയുന്നു, നീ നന്നാവില്ലടാ, നീ ഒരു കാര്യത്തും ഗുണം പിടിക്കില്ലടാ, നിനക്ക് മക്കളുണ്ടാവില്ല, നീ എവിടെ പോയാലും ശരിയാവില്ല. ഒന്ന് ശ്രദ്ധിച്ചേ. സുഭാഷിത പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം. അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പനെതിരായാലും അമ്മയ്ക്കെതിരായാലും സഹോദരങ്ങൾക്കെതിരായാലും പ്രാകുക എന്ന് പറഞ്ഞാൽ അപ്രകാരം ചെയ്യുന്നവർക്ക് അവിടെ ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ അവിടെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പോൾ കൂരാങ്കൂരിരുട്ടാകും. അങ്ങനെ കുടുംബങ്ങളും ജീവിതങ്ങളും അധോഗതിയിലേക്ക് ചെന്ന് കൂപ്പുകുത്താണ് ചെയ്യുക. അഞ്ചാമതായിട്ട് വെളിപ്പെടുത്തി തരുന്നു രഹസ്യം വെളിപ്പെടുത്തൽ. നമ്മളോട് വിശ്വസിച്ച് ഒരു ആത്മാർത്ഥ സ്നേഹിതൻ ഒരു രഹസ്യം പറഞ്ഞാൽ ആ രഹസ്യം കീപ്പ് ചെയ്യുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താതെ ജീവിതത്തിൽ ഉരുകി തീർന്ന ബെനഡിക്റ്റ് അച്ഛൻ അഗ്നിച്ചിറകുള്ള പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ രഹസ്യം കാത്തു സൂക്ഷിക്കുന്നത് ഒരു രക്തസാക്ഷിത്വം പോലെ ഞാൻ അതിനെ വരിക്കുന്നു എന്ന്. ഞാൻ വിശദീകരണങ്ങൾക്ക് പോകുന്നില്ല. രഹസ്യം വെളിപ്പെടുത്തൽ കർത്താവ് വെറുക്കുന്ന സംസാര രീതിയാണ്. ഏഷണി പറയുക, ദൈവദൂഷണം പറയുക, ദൈവത്തെ പോലും ദുഷിക്കുക. ആ ഇടതുവശത്തെ കള്ളൻ പറഞ്ഞപ്പോൾ വലതുവശത്തെ കള്ളൻ പറഞ്ഞില്ലേ, നിനക്ക് ദൈവത്തെ പോലും പേടിയില്ലേ? നമ്മൾ പാപികളാണ്, ഈ മനുഷ്യർ തെറ്റും ചെയ്തിട്ടില്ല. ദൈവത്തെ ദുഷിച്ചു പറയുക, നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക് വെല്ലുവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവദൂഷണം, മുറുമുറുപ്പ് ജീവിതത്തിൽ നിന്ന് എടുത്തു കളയേണ്ടതാണ്. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോയി ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോൾ വഴിമുട്ടിയെന്ന് തോന്നിയിട്ട് ഇസ്രായേൽ ജനത മുറുമുറുക്കാൻ തുടങ്ങി. അപ്പോൾ സംഘത്തലവനായിരിക്കുന്ന മൂശ പ്രവാചകൻ മുട്ടുകുത്തി ചോദിച്ചു, ദൈവമേ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ദൈവം മോശയോട് സംസാരിച്ചില്ലേ, ധീരതയോടെ മുന്നോട്ട് നീങ്ങുക, ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന രക്ഷണീയ കൃത്യം നിനക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? തൻ്റെ കയ്യിലിരുന്ന തൻ്റെ കരം ചെങ്കടലിന് നേരെ നീട്ടിപ്പിടിച്ചപ്പോൾ ഒരു കിഴക്കൻ കാറ്റ് വീശി കടലിനെ പിറകോട്ട് വലിച്ച് ഉണങ്ങിയ നിലത്തെന്ന പോലെ ഇസ്രായേലിന് മുന്നോട്ട് പോയത്. മുറുമുറുപ്പ് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും
അത് ഉപേക്ഷിക്കാനാണ് കർത്താവ് പറയുന്നത്. 9, പരദൂഷണം. ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് എത്ര ജീവിതങ്ങളെ സഹോദര നീ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു വിവാഹം നടക്കുമ്പോൾ, ഒരു വസ്തുവിൽപ്പന നടക്കുമ്പോൾ, എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾ പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് വേദനിപ്പിച്ച ഏതെങ്കിലും വ്യക്തികളെ നീ ഓർക്കുന്നുവെങ്കിൽ നീ അനുദപിക്കണം. അവസാനമായിട്ട് കലഹപ്രിയം. കലഹത്തിൻ്റെ ആത്മാവ് കുടുംബത്തിൽ കടന്നു വരിക, ജീവിതത്തിൽ കടന്നു വരിക. പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ പറയുന്നു, ആരെയും പറ്റി തിന്മ പറയാതിരിക്കുക, കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കുവാനും നീ അവരെ ഉത്ബോധിപ്പിക്കണം. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ ഉത്സുകനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, കടന്നുപോയ സമയങ്ങളിൽ വാക്കും സംസാരവും തമ്മിൽ അതിൻ്റെ നല്ല കാര്യങ്ങളും തിന്മയിലേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഉപേക്ഷിക്കേണ്ട ചില മേഖലകളെ കുറിച്ചും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. നമുക്ക് കരങ്ങൾ കൂപ്പാം, യേശുവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും അനേക മക്കൾക്ക് ഊർജം പകരുന്ന ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി, ഒരു സ്ഥാപനമായി ഞങ്ങളെയും വളർത്തണമേ. ആമേൻ.